വഖഫ് ഭേദഗതി ബിൽ ചർച്ചയ്ക്കിടെ ഹൈബി ഈഡനും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും കൊമ്പുകോർത്തു. മുനമ്പം ബിജെപിക്ക് രാഷ്ട്രീയ വിഷയമെന്ന് ഹൈബി. ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ ബിജെപി കത്തിച്ചത് ഓർമ്മിപ്പിച്ച് ഹൈബി. ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ചത് ആരായിരുന്നുവെന്ന് ചോദിച്ച് ജോർജ് കുര്യൻ. കേന്ദ്രമന്ത്രി സഭാചട്ടങ്ങൾ ലംഘിച്ച് സംസാരിക്കുന്നത് ചോദ്യം ചെയ്ത് കെ.സി. വേണുഗോപാൽ. 14 മണിക്കൂർ ചർച്ചയ്ക്കൊടുവിൽ വഖഫ് ബിൽ ലോക്സഭ കടന്നു. ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ ചർച്ചയ്ക്കിടെ ഭരണപ്രതിപക്ഷ തർക്കം രൂക്ഷമായിരുന്നു. ബിൽ മുസ്ലിം വിഭാഗങ്ങളുടെ അവകാശങ്ങൾ എടുത്തുകളയുമെന്ന പ്രതിപക്ഷ ആരോപണം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് ഭരണപക്ഷം വ്യക്തമാക്കിയപ്പോൾ രാജ്യത്തെ വിഭജിക്കാനും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുവാനുമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ചർച്ചയ്ക്കിടെ ലോക്സഭയിൽ ഹൈബി ഈഡൻ എംപിയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും തമ്മിൽ കൊമ്പുകോർത്തത് സഭയെ പ്രക്ഷുബ്ധമാക്കി. മുനമ്പം വിഷയത്തിൽ ഹൈബിക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിൽ അല്പം വൈകാരികമായാണ് ഹൈബി ലോക്സഭയിൽ പ്രസംഗിച്ചത്. ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ശ്രമമെന്ന് ഹൈബി ഈഡൻ എംപി പറഞ്ഞു. വഖഫ് ബില്ലിന്മേൽ ചർച്ച പുരോഗമിക്കവേ ആയിരുന്നു ഹൈബി ഈഡന്റെ പ്രതികരണം. മുനമ്പം ബിജെപിക്ക് രാഷ്ട്രീയ വിഷയം മാത്രമാണ്, എന്നാൽ തനിക്ക് മുനമ്പം വ്യക്തിപരമായ വിഷയമാണെന്നും ഹൈബി ഈഡൻ പറഞ്ഞു. താനും മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്നാണെന്നും അവരിൽ ഒരാളാണ് താനെന്നും ഹൈബി പറഞ്ഞു. ഈ ബില്ല് വഴി മുനമ്പത്തുകാർക്ക് എങ്ങനെ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് വ്യക്തമാക്കണം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ അകറ്റാനാണ് ബിജെപിയുടെ ശ്രമം. മണിപ്പൂർ കത്തിയപ്പോൾ CBCI പറഞ്ഞത് സർക്കാർ എന്തുകൊണ്ട് കേട്ടില്ല. ആംഗ്ലോ ഇന്ത്യൻ സംവരണം ഇല്ലാതെയാക്കിയ സർക്കാരാണിതെന്നും ഹൈബി കുറ്റപ്പെടുത്തി. ക്രിസ്ത്യൻ പള്ളികളും ആരാധനാലയങ്ങളും ഹിന്ദുത്വ സംഘടനകൾ ആക്രമിച്ചപ്പോൾ ബിജെപിയും മോദി സർക്കാരും എന്ത് സഹായം നൽകിയെന്ന് ലോക്സഭയിൽ ഹൈബി ഈഡൻ ചോദിച്ചു. എന്നാൽ കേരളത്തിൽ ബിഷപ്പ് ഹൌസിനെതിരെ ആക്രമണം നടത്തുകയും ബിഷപ്പിനെതിരെ കേസെടുക്കുകയും ചെയ്ത കോൺഗ്രസിന് ഇത് പറയാൻ എന്ത് അവകാശമെന്ന് ചോദിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഹൈബി ഈഡന് മറുപടി നൽകി. കോൺഗ്രസുകാർ 2014 ഇടുക്കി ബിഷപ്പ് ഹൌസ് ആക്രമിച്ച കേസ് പരാമർശിച്ചായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. 2021 പാലാ ബിഷപ്പ് ഹൌസ് PFI ആക്രമിച്ചു. അന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ബിഷപ്പിനെതിരെ കേസെടുക്കാനാണ്. നരേന്ദ്രമോദിക്ക് മാത്രമേ മുനമ്പത്തെ ജനങ്ങളെ രക്ഷിക്കാൻ സാധിക്കൂ എന്നും ജോർജ് കുര്യൻ പറഞ്ഞു. കേരളത്തിലെ ബിഷപ്പുമാർ മോദിയെ കാണാൻ എത്തുകയാണ്, നിങ്ങൾ വടക്കോട്ട് നോക്കിയിരിക്കൂ എന്നും ജോർജ് കുര്യൻ പരിഹസിച്ചു. അതേസമയം ജോർജ് കുര്യൻ ഇടപെട്ട് സംസാരിച്ചതിനെ കെ.സി. വേണുഗോപാൽ വിമർശിച്ചു. എന്തുകൊണ്ടാണ് ജോർജ് കുര്യൻ സംസാരിച്ചതെന്ന് കെ.സി. വേണുഗോപാൽ ചോദിച്ചു. മന്ത്രിയെന്ന നിലയിൽ ജോർജ് കുര്യന് ഏത് സമയത്തും സംസാരിക്കാമെന്നായിരുന്നു പാനൽ അംഗം ദിലീപ് സാഖിയുടെ മറുപടി. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് UDF എംപിമാരായ ഹൈബി ഈഡന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയിരുന്നു. കൊച്ചി കലൂരിൽ നിന്ന് ഹൈബി ഈഡന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. ഇടുക്കിയിൽ ചെറുതോണിയിലുള്ള ഡീൻ കുര്യാക്കോസിന്റെ ഓഫീസിലേക്കും മാർച്ച് നടന്നു. വഖഫ് അധിനിവേശത്തെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിൽക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കേരളത്തിൽ നിന്നുള്ള UDF LDF എംപിമാർ പാർലമെന്റിൽ വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്നത് മുനമ്പം ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണ് എന്ന് പ്രതിഷേധ മാർച്ചിൽ BJP മുദ്രാവാക്യം മുഴക്കി. അതേസമയം ഒരു മതവിഭാഗത്തിന്റെ അവകാശങ്ങൾ ഹനിക്കുന്നതിനും അവരെ ദ്രോഹിക്കുന്നതിനു വേണ്ടി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായുള്ളതാണ് വഖഫ് ബിൽ ഭേദഗതിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇവിടെ ചിലർ മുനമ്പം വിഷയത്തെയും വഖഫ് ബില്ലിനെയും കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചു. മുൻകാല പ്രാബല്യമില്ലെന്ന് കേന്ദ്രമന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പാസാക്കുന്ന വഖഫ് ബിൽ എങ്ങനെയാണ് മുനമ്പത്തെ ജനങ്ങളെ സഹായിക്കുന്നതെന്ന് കൂടി ഈ പ്രചരണം നടത്തുന്നവർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ബിൽ പാസായെന്ന് കരുതി മുനമ്പത്തെ വിഷയം പരിഹരിക്കാനാകില്ല. വഖഫ് ബില്ലിനെ മുനമ്പവുമായി കൂട്ടിയിണക്കി 2 മതവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി മാറ്റാനാണ് കുറെ ആളുകൾ ശ്രമിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാർ കുടപിടിച്ചു കൊടുക്കാൻ പാടില്ല. അതാണ് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പ്. 2 ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് സംഘർഷമുണ്ടാക്കുക എന്നതാണ് സംഘപരിവാറിന്റെ അജണ്ട. പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ മലപ്പുറത്തു നിന്നും എറണാകുളത്തെ രൂപത ആസ്ഥാനത്ത് വന്ന് മുനമ്പത്തെ ജനങ്ങളെ കുടിയിറക്കാൻ അനുവദിക്കില്ലെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് UDF നിലപാട്. ദേശീയ തലത്തിലും നേരത്തെ സ്വീകരിച്ച നിലപാടനുസരിച്ചുള്ള വിപ്പാണ് കോൺഗ്രസ് നേതൃത്വം എംപിമാർക്ക് നൽകിയതെന്നും VD സതീശൻ പറഞ്ഞു. ഒരു പകലും പകുതി രാത്രിയും നീണ്ട കടുത്ത രാഷ്ട്രീയ പോരിനൊടുവിലാണ് വഖഫ് ബിൽ ലോക്സഭയിൽ പാസായത്. 288 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ചു. പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്തു. 232 എംപിമാരാണ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തത്.